ലോക ജനസംഖ്യയുടെ 10% മനുഷ്യർ മാത്രം സമൃദ്ധിയിൽ ജീവിക്കുന്നു. ബാക്കി 90% മനുഷ്യരും സമൃദ്ധിയിൽ അല്ല ജീവിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഏതാണ്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണത്. അങ്ങനെയെങ്കിൽ ആ സമൃദ്ധിയിൽ ജീവിക്കുന്ന 10% മനുഷ്യരെ ബാക്കി 90% സമൃദ്ധിയിൽ അല്ലാതെ ജീവിക്കുന്ന മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്ന ഘടകം എന്താണ്? അവരെ ആ സമൃദ്ധിയിലേക്ക് നയിക്കുന്ന വ്യത്യസ്തമായ ഘടകം എന്താണ് എന്നാണ് പരിശോധിക്കേണ്ടതും അറിയേണ്ടതും നടപ്പാക്കേണ്ടതും എന്നാണ് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ള ചിന്ത, എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അതിന്റെ പിന്നിൽ പല ഘടകങ്ങളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇന്ന് പങ്കുവയ്ക്കാമെന്ന് കരുതുന്നത്. ഇക്കാര്യം പറയുമ്പോഴും ഒരുപക്ഷെ പലരും ചിന്തിച്ചേക്കാം, ചിലരെങ്കിലും കമന്റിലും ചോദിച്ചേക്കാം, അതിന്റെയൊക്കെ പിന്നിൽ അറിവല്ലേ, കഴിവല്ലേ, വിദ്യാഭ്യാസമല്ലേ, കഠിനാധ്വാനമല്ലേ, ബുദ്ധിയല്ലേ, അവരവരുടെ പ്രവർത്തന മേഖലയല്ലേ എന്ന്. അല്ല, ഒട്ടും തന്നെയല്ല. അത് അടുത്തൊരു ഒറ്റ വാചകം കൊണ്ട് തന്നെ സത്യസന്ധമായി ചിന്തിക്കുന്നവർക്ക് കാര്യം മനസ്സിലാകും. ഏത് പ്രവർത്തന മേഖലകളാകട്ടെ, അറിവുള്ള കഴിവുള്ള വിദ്യാഭ്യാസമുള്ള കഠിനാധ്വാനികളായ ബുദ്ധിശാലികൾ പോലും സമൃദ്ധിയിൽ അല്ലാതെ ആയുഷ്കാലം മുഴുവൻ ജീവിക്കേണ്ടി വരുമ്പോൾ, അങ്ങനെ ജീവിക്കുമ്പോൾ അറിവില്ലാത്ത, കഴിവില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, കഠിനാധ്വാനികളല്ലാത്ത, ബുദ്ധിശാലികളല്ലാത്ത മനുഷ്യർ ജീവിതകാലം മുഴുവൻ സമൃദ്ധിയിൽ ജീവിക്കുന്നതും കാണാം. ഈ കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇതൊന്നുമല്ല, ഈ അറിവോ കഴിവോ വിദ്യാഭ്യാസമോ കഠിനാധ്വാനമോ ബുദ്ധിയോ ഏതെങ്കിലും പ്രവർത്തന മേഖലയോ അല്ല ആ വ്യത്യസ്തമാക്കുന്ന ഘടകം. ഈ എല്ലാ കാര്യങ്ങളും ഉള്ളവർ ആ സമൃദ്ധിയിൽ അല്ലാതെ ജീവിതകാലം മുഴുവൻ ജീവിക്കുന്നതും കാണാം. ഈ ഒരു കാര്യവും ഇല്ലാത്തവർ, ഇതൊന്നുമില്ലാത്തവർ, അറിവില്ലാത്ത, കഴിവില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, കഠിനാധ്വാനമില്ലാത്ത, ബുദ്ധിശാലികളല്ലാത്ത മനുഷ്യർ അതേ പ്രവർത്തന മേഖലകളിൽ വിജയിച്ചു പോകുന്നതും ആയുഷ്കാലം മുഴുവൻ സമൃദ്ധിയിൽ ജീവിക്കുന്നതും കാണാം. അതിൽ നിന്ന് വ്യക്തമാണ് ഇതൊന്നുമല്ല വ്യത്യസ്തരാക്കുന്ന ഘടകം. അതിന്റെ പിന്നിൽ പല ഘടകങ്ങളുമുണ്ട്. അതിലൊന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നതെന്നാണ് പറഞ്ഞു വന്നത്. ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്ന ആ 10% ആളുകളെ വ്യത്യസ്തരാക്കുന്ന ആ ഘടകം സയന്റിഫിക് അല്ല, പക്ഷേ ആ 10% ആളുകളെ വ്യത്യസ്തരാക്കുന്ന ഒരു ഘടകമാണ്. ഒരു പക്ഷേ ബാക്കി 90% സമൃദ്ധിയിൽ അല്ലാതെ ജീവിക്കുന്നവരും ചെയ്യാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവരെ വ്യത്യസ്തരാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു. ഇതെന്റെ ഒരു ബോധ്യം മാത്രമാണ്. അങ്ങനെ പറയാൻ കാരണം നമ്മുടെ ഈ ചാനലിലെ ഭൂരിപക്ഷം വീഡിയോകളും സയന്റിഫിക് ബേസ് ഉള്ള തിയറികളും ടെക്നിക്കുകളുമാണ്. അതുകൊണ്ട് തന്നെ സയന്റിഫിക് ആയത് പഠിപ്പിക്കുമ്പോൾ സയന്റിഫിക് ആയത് സയന്റിഫിക് ആണ് എന്നും സയന്റിഫിക് അല്ലാത്തത് സയന്റിഫിക് അല്ല എന്നും എന്റെ നിഗമനങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ്, പങ്കുവയ്ക്കുന്നതാണ് കൂടുതൽ ഉചിതമെന്ന് കരുതുന്നു. അതിനാൽ ഇന്ന് പങ്കുവയ്ക്കുന്ന കാര്യം സയന്റിഫിക് അല്ല എന്ന് ഒന്നുകൂടി വ്യക്തമാക്കുന്നു. പക്ഷേ വ്യക്തിപരമായി ഞാനത് ശക്തമായി റെക്കമെൻഡ് ചെയ്യുന്ന കാര്യവുമാണ്. അതെന്തുകൊണ്ടെന്നാൽ ഈ ലോകത്തുള്ള സകല മനുഷ്യ വിജയ നിയമശാസ്ത്രങ്ങളും ഒരുപോലെ പറയുന്ന ഒരു കാര്യമുണ്ട്: വിജയിക്കണമെങ്കിൽ വിജയികളെ മാതൃകയാക്കാമെന്ന്. അതാത് മേഖലകളിൽ വിജയിച്ച ആളുകളുടെ രീതികൾ മാതൃകയാക്കുന്നതും അത് ഫോളോ ചെയ്യുന്നതും വിജയിക്കാൻ എളുപ്പമാക്കുമെന്ന്. NLPയിലെ റോൾ മോഡൽ തുടങ്ങിയ കാര്യങ്ങളും അത് തന്നെയാണല്ലോ പറയുന്നത്. NLPയെ കുറിച്ച് ഒരു ഫുൾ ക്ലാസ് തന്നെ പിന്നാലെ ചെയ്യാം. ഇപ്പോൾ നമുക്ക് പോയിന്റിൽ നിൽക്കാം. എൻ്റെ മഹാഗുരു, എൻ്റെ പിതാവ് എന്നെ കുട്ടിക്കാലത്ത് തന്നെ പഠിപ്പിച്ച ചില പ്രമാണങ്ങളും ഇന്ന് ഈ പഠിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകവും കൂടിയാണ്. ചിലരെങ്കിലും ചിന്തിച്ചേക്കാം, ആ കാര്യത്തിലേക്ക് വന്നുകൂടെ എന്നുള്ളത്. ആ കാര്യത്തെക്കാൾ പ്രധാനമാണ് ആ കാര്യം എന്തിന് നാം അറിയണം, എന്തുകൊണ്ട് നാം അത് എടുക്കണം എന്നുള്ളത്. എന്തുകൊണ്ടെന്നാൽ അതല്ല എങ്കിൽ, ആ കാര്യത്തെക്കുറിച്ച് ഒരു ബോധ്യം ഇല്ലാതെയാണ് അത് പെട്ടെന്ന് ആ കാര്യം കേൾക്കുന്നതെങ്കിൽ ഇതുകൊണ്ടൊക്കെ എന്ത് പ്രയോജനം എന്ന് ചിന്തിച്ചു പോയേക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുമ്പോൾ വ്യക്തമായി കാര്യകാരണ സഹിതം അറിയിക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ മഹാഗുരു, എൻ്റെ പിതാവിൽ നിന്ന് കുട്ടിക്കാലം മുതൽ പകുതി തമാശയായും പകുതി കാര്യമായും പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ഒന്നും കാണാതെ പട്ടരു കുളത്തിൽ ചാടില്ല എന്ന്. അങ്ങനെയെങ്കിൽ അതിസമൃദ്ധിയിൽ ജീവിക്കുന്ന മാർവാടികളും അറബികളുമൊക്കെ അവരുടെയൊക്കെ ആതിഥ്യം പലപ്പോഴും സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളതിനാലും അതുപോലെ തന്നെ അവരുമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടുള്ളതിൽ നിന്നും അവരെ വ്യത്യസ്തരാക്കുന്ന ഈ 90% അതിസമൃദ്ധിയിൽ ജീവിക്കുന്നവരല്ലാത്ത മനുഷ്യരിൽ നിന്നും ആ 10% അതിസമൃദ്ധിയിൽ ജീവിക്കുന്ന ആ 10% മനുഷ്യരെ വ്യത്യസ്തരാക്കുന്ന ഒരു ഘടകം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് ഇപ്പോൾ ഞാൻ മാത്രം പഠിപ്പിക്കുന്ന ഒരു കാര്യമല്ല, ഇത് ആദ്യമായി പഠിപ്പിക്കുന്നതും ഞാനല്ല, അത് പല മനഃശക്തി പരിശീലകരും പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വീട്ടിൽ നെഗറ്റീവ് വൈബ് ഉണ്ടാകാതിരിക്കുന്നതിനും സമൃദ്ധിയുടെ വൈബ് ഉണ്ടാകുന്നതിനും അതീവ സമൃദ്ധിയിൽ ജീവിക്കുന്ന ആ 10% മനുഷ്യരെ വ്യത്യസ്തരാക്കുന്ന ഒരു ഘടകം. വീട്ടിനുള്ളിൽ കഴിഞ്ഞ 6 മാസക്കാലമോ അതിന് പിന്നോട്ടോ ഏതായാലും കഴിഞ്ഞ 6 മാസക്കാലമെങ്കിലും ഉപയോഗിക്കാതിരിക്കുന്ന വസ്തുക്കൾ, ഇനി അങ്ങോട്ട് ജീവിതത്തിൽ ഒരിക്കലും ആവശ്യമില്ലാത്ത വസ്തുക്കൾ, ഇനി അങ്ങോട്ട് ജീവിതത്തിൽ ഒരിക്കലും ആവശ്യം വരില്ല എന്നുറപ്പുള്ള കഴിഞ്ഞ 6 മാസക്കാലമായി ഉപയോഗിക്കാത്ത വസ്തുക്കൾ, അത് സൈസ് ചെറുതായതുകൊണ്ടോ മറ്റോ അല്ലെങ്കിൽ പഴകിപ്പോയത് കൊണ്ടോ ഉപയോഗിക്കാത്ത പാൻറ്, ഷർട്ട്, അടിവസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, ഷൂസുകൾ മുതലായ ഇനി അങ്ങോട്ട് ഒരിക്കലും ആവശ്യമില്ലാത്ത
ഉപയോഗിക്കാത്ത വസ്തുക്കൾ പുറത്തെടുത്ത് കത്തിച്ചു കളയുക. അത് നിലം തുടയ്ക്കാൻ ഇനി ഉപയോഗിക്കാൻ സാധിക്കുന്നത് പോലും, ഒരു നിലം തുടയ്ക്കാൻ പോലും ഉപയോഗിക്കാൻ മനസ്സിൽ കണ്ടുവച്ചിരിക്കുന്നതാണെങ്കിൽ അത് കളയണമെന്നില്ല. തീർത്തും പാഴ്വസ്തുക്കൾ, അതിൽ ഉപയോഗിക്കാൻ കഴിയുന്നവയുണ്ടെങ്കിൽ പാൻറ്, ഷർട്ട് മുതലായവ മറ്റാരെങ്കിലും ഉപയോഗിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഇനി ഒരിക്കലും നാം ഉപയോഗിക്കില്ല എന്നുറപ്പുള്ള, നിലം തുടയ്ക്കാൻ പോലും ഉപയോഗിക്കാൻ നമുക്ക് മനസ്സുള്ളതല്ല, അതിന് കഴിയുന്നൊരു വസ്തുവല്ല, പക്ഷേ ഇനി ഒരിക്കലും ഉപയോഗിക്കുന്നില്ല, ഉപയോഗിക്കേണ്ടതല്ല, കഴിഞ്ഞ 6 മാസക്കാലമായി ഉപയോഗിക്കാതെ വീട്ടിലെ അലമാരിയിലോ പെട്ടിയിലോ വെച്ചിരിക്കുന്നതാണെങ്കിൽ അത്തരം കാര്യങ്ങൾ അങ്ങനെ പെട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അത് പുറത്തെടുത്ത് കത്തിച്ചു കളയുക. വീടിനോട് ചേർന്നതല്ലാത്ത സെപ്പറേറ്റ് ആയുള്ള സ്റ്റോർ മുറി ഉണ്ടെങ്കിൽ ആ സ്റ്റോർ റൂമിൽ ഇത്തരം പാഴ്വസ്തുക്കളും സൂക്ഷിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ വീട്ടിനുള്ളിലെ സ്റ്റോർ മുറിയിലല്ല, അടുക്കളയോടോ മറ്റോ ബന്ധപ്പെട്ട വീട്ടിനുള്ളിലെ സ്റ്റോർ മുറിയിൽ സൂക്ഷിക്കരുത്. അത് അത്തരം പാഴ്വസ്തുക്കൾ, ഇനി ഒരിക്കലും ഉപയോഗിക്കാനില്ലാത്ത കീറിപ്പോയ പാഴ്വസ്തുക്കൾ സൂക്ഷിക്കാൻ പാടില്ല എന്നാണ് ഈ രീതി പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് കിണ്ടി, പഴയ ഓട്ടുപാത്രം, ഓട്ടുരുളി തുടങ്ങിയ അല്ലെങ്കിൽ ചില പ്രത്യേക ബോട്ടിലുകൾ ഇനി ഒരിക്കലും ഉപയോഗിക്കുന്നില്ലാത്തതായിരിക്കാം. ഒരുപക്ഷെ ചിലർ സംശയം കൊണ്ടും ചിലർ കുതർക്കങ്ങളും കൊണ്ട് ചോദിച്ചേക്കാം, അതൊന്നും ഇനി ഒരിക്കലും ഉപയോഗിക്കാനില്ല ഉള്ളതല്ലല്ലോ എന്നുള്ളത്. അത്തരം കാര്യങ്ങളല്ല, പാഴ്വസ്തുക്കൾ, കീറിപ്പറഞ്ഞ ഇനി ഒരിക്കലും നിലം തുടയ്ക്കാൻ പോലും ഉപയോഗിക്കാൻ പറ്റില്ലാത്ത പാഴ്വസ്തുക്കൾ സൂക്ഷിക്കുന്നതും കിണ്ടി, ഓട്ടുരുളി തുടങ്ങിയ പുരാവസ്തുക്കൾ കൗതുകത്തിനായി വെക്കുന്നതും വേറെയാണ്. ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ, കൊച്ചു കുട്ടികളായിരിക്കുമ്പോഴത്തെ വാങ്ങിച്ച കളിപ്പാട്ടങ്ങൾ ഭാവിയിൽ കാണാൻ വേണ്ടി കൗതുകത്തിന് വെച്ചവയുണ്ടാകും, അതും കുഴപ്പമില്ല. അതുപോലെ കുട്ടിക്കാലത്തെ പുസ്തകങ്ങൾ, നോട്ട്ബുക്കുകൾ തുടങ്ങിയവ ഭാവിയിൽ കാണാൻ വേണ്ടി കൗതുകത്തിനായി വെച്ചിരിക്കുന്നത്, അത്തരം കൗതുകത്തിനായി വെച്ചിരിക്കുന്ന കാര്യങ്ങളോ അതൊന്നുമല്ല ഇവിടെ പ്രതിപാദിക്കുന്നത്. വീട്ടിൽ ഉപയോഗശൂന്യമായ ആ നെഗറ്റീവ് വൈബ് ഉണ്ടാക്കുന്ന എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന, സയന്റിഫിക് ഒന്നുമല്ല, പക്ഷെ അങ്ങനെ നമുക്ക് ആ ഒരു മാലിന്യമുള്ള സ്ഥലത്ത് നിൽക്കുന്ന പ്രതീതിയല്ലല്ലോ ഒരു നല്ലൊരു പാർക്കിൽ, ഒരു പൂന്തോട്ടത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നത്. അതൊരു മൈൻഡ് സെറ്റാണ്. അത്തരം പോസിറ്റീവ് മൈൻഡ് സെറ്റുകൾ നമ്മുടെ സമൃദ്ധിയിലേക്ക് നമ്മെ നയിക്കുന്ന മൈൻഡ് സെറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ സ്വാധീനിക്കുമെന്നും ഞാൻ കരുതുന്നു. അങ്ങനെയാണ് ഈ കൂട്ടരും കരുതുന്നത്. 5 വർഷം മുൻപ് വാങ്ങിച്ച് 2 വർഷം മുമ്പ് ഉപേക്ഷിച്ച മൊബൈൽ ഫോണിന്റെ കവർ മുതൽ ഷൂസിന്റെയും ചെരുപ്പിന്റെയും തുണിയുടെയും മരുന്നിന്റെയും ഒക്കെ പല കവറുകളും പല വീട്ടിന്റെയും ഷെൽഫിലും അലമാരിയിലും ഒക്കെ കാണാം. അങ്ങനെയുള്ള ഇനി എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി വെച്ചതാണെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല. ഇനി ഭാവിയിൽ ഒരിക്കലും ആവശ്യം വരാത്ത പാഴ്വസ്തുക്കൾ മാത്രമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അങ്ങനെയുള്ള വസ്തുക്കൾ സമൃദ്ധിയുടെ വൈബ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന പല കമ്മ്യൂണിറ്റികളും വീട്ടിൽ സൂക്ഷിക്കാറുള്ളതല്ല. അതുപോലെ തന്നെ വീടിന്റെ പുറം ഭാഗത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വീടിന്റെ പുറത്ത് വീടിന്റെ ഭിത്തിയോട് ചേർന്ന് വീടിന്റെ ഭിത്തിയിൽ ചാരി ഇത്തരം വസ്തുക്കൾ എന്നല്ല, ഇനി ഉപയോഗിക്കാനുള്ള വസ്തുക്കളും, ഇനി നമുക്ക് ഉപയോഗിക്കാനുള്ള നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള വസ്തുക്കളും ഈ വീടിന്റെ പുറത്ത് ഭിത്തിയിൽ ചാരി വെക്കാൻ പാടില്ല എന്നാണ് ഇക്കൂട്ടർ പറയുന്നത്, അവർ അനുവർത്തിക്കുന്നത്. തോട്ടി, കോടാലി, തൂമ്പ, പിക്കാസ്, അങ്ങനെ പഴയ ടയർ, ജാക്ക് ലിവർ, അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളാണെങ്കിൽ പോലും വീടിന്റെ പുറത്ത് ഭിത്തിയോട് ചാരി വെക്കരുത് എന്നൊരു രീതിയും ഇവർ അനുവർത്തിക്കാറുണ്ട്. താൽക്കാലികമായി പെട്ടെന്നൊന്ന് ചാരി വെക്കാൻ വേണ്ടി ഒരു തൂമ്പയോ കമ്പിപ്പാരയോ ആ വീടിന്റെ ഭിത്തിയോട് ചാരി വെക്കുന്നത് കുഴപ്പമില്ല. അതേക്കുറിച്ചല്ല പറയുന്നത്. പെർമനന്റ് ആയോ ദീർഘകാലത്തേക്കോ പെർമനന്റ് ആയോ വീടിന്റെ പിന്നിലൊക്കെ വീടിന്റെ ഭിത്തിയോട് ചാരി വെക്കുന്നതാണ് സൂചിപ്പിക്കുന്നത്. വീടിന്റെ പിന്നിലോ മുന്നിലോ എന്നുള്ളതല്ല, ദീർഘകാലത്തേക്കോ പെർമനന്റ് ആയോ അത്തരം വസ്തുക്കൾ വീടിന്റെ ഭിത്തിയോട് ചാരി വെക്കരുത്. താൽക്കാലികമായി ഒരു തൂമ്പയോ കമ്പിപ്പാരയോ ചാരി വെക്കുന്നതിൽ കുഴപ്പമില്ല. ഏതായാലും ലോകത്ത് ഒരൊറ്റ ദരിദ്രൻ പോലും ഇല്ലാത്ത പല കമ്മ്യൂണിറ്റികളും ഉണ്ടെന്ന് പലർക്കും അറിയാമല്ലോ. ജൈൻ, മാർവാടി, പാഴ്സി, ചില അറബ് കമ്മ്യൂണിറ്റികൾ തുടങ്ങിയവ. അതിലെ ചില അറബ് കമ്മ്യൂണിറ്റികളും ബനിയ, ബോറി തുടങ്ങിയ ലോകത്തൊരൊറ്റ ദരിദ്രൻ പോലും ഇല്ലാത്ത ചില കമ്മ്യൂണിറ്റികൾ, അതിലെ ബനിയയുടെ സബ് കാസ്റ്റുകളായ ഓസ്വാൾ, അഗർവാൾ, മാർവാടികൾ, ചില അറബ്സ് തുടങ്ങിയവർ ചെയ്യുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. അതായത് 6 മാസത്തിലൊരിക്കലോ വർഷത്തിലൊരിക്കലോ വീട്ടിലെ ഇത്തരം പാഴ്വസ്തുക്കൾ, അത് വീടൊന്ന് വൃത്തിയാക്കി വീടിനുള്ളിലെ ഇത്തരം പാഴ്വസ്തുക്കൾ പുറത്തെടുത്ത് കത്തിക്കുന്ന ഒരു ചെറിയ ഫെസ്റ്റിവൽ തന്നെയുണ്ട് ഇക്കൂട്ടർക്കിടയിൽ. 3 കാര്യങ്ങൾ കൊണ്ടാണ് ഇന്ന് ഈ കാര്യം വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. വീട്ടിനുള്ളിലെ നെഗറ്റീവ് വൈബിനെ കുറിച്ചും അല്ലെങ്കിൽ അതുപോലെ തന്നെ സമൃദ്ധിയുടെ വൈബ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഗുണകരമാകട്ടെ എന്ന് കരുതി. രണ്ടാമത്, ശാസ്ത്രം പ്രൂവ് ചെയ്യാത്തതെല്ലാം തെറ്റാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയെങ്കിൽ ഇനി ഒരിക്കലും ഒന്നും പുതുതായി ശാസ്ത്രം പ്രൂവ് ചെയ്യാതിരിക്കേണ്ടി വരും. മൂന്നാമത്തെ കാര്യം, എൻ്റെ പിതാവിന്റെ മറ്റൊരു പാഠമാണ്. പിതാവ് പറഞ്ഞിട്ടുള്ള മറ്റൊരു തമിഴ് പഴമൊഴിയാണ്. അതിങ്ങനെയാണ്: മസില് കെട്ടി
മലയെഴുത്ത വന്ന ഒരു മലൈ പോന ഒരു മസില്. അതായത് അതിന്റെ മലയാളം അർത്ഥം എങ്ങനെയാണ്? മുടിനാര് കെട്ടി, മുടിനാര് കെട്ടി മല വലിച്ചാൽ വന്നാലൊരു മല, പോയാലൊരു തലമുടിനാര്. ഇത്രയേ ഉള്ളൂ. കൊള്ളാമെന്ന് കരുതുന്നവർ, ആവശ്യമുള്ളവർ എടുക്കുക. സോ എൻജോയ് ദ ലൈഫ് ജേണി. ഇന്ന് പ്രതിപാദിച്ച ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തിയാൽ സന്തോഷം. ലൈക്ക് ചെയ്താലും സന്തോഷം. സോ നാളെ കറക്റ്റ് വൈകുന്നേരം 6:30 മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്